കടയിൽ ഇന്ന് ചീരത്തോരനായിരുന്നു കേട്ടോ. അപ്പോൾ ചീരയും തേങ്ങയും കൂടി ഒതുക്കിയിട്ട് തോരൻ വെക്കാമെന്ന് ഷമീറ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെടി തികയൂല കേട്ടോ, എനിക്ക് തോന്നണില്ല ഇത് തികയുമോയെന്ന്. നമുക്ക് പരിപ്പും കൂടി വാങ്ങിച്ചിടാമെന്നും പറ. അങ്ങനെ പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ചീരത്തോരൻ എന്ന് പറഞ്ഞ സാധനം കടയിൽ ഉണ്ടാക്കിയ ഒട്ടും തികയൂല കേട്ടോ. എന്തോരം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും. കാരണം ഒന്നാമത്തെ ചുരുങ്ങിപ്പോകും, പിന്നെ ആണെങ്കിൽ ചീരയൊക്കെ ഒന്നും എല്ലാ കടയിലും കിട്ടൂലല്ലോ. അപ്പോൾ കൂടുതൽ ആൾക്കാർ കഴിക്കുകയും ചെയ്യും. അപ്പം ഞങ്ങളത് വിളമ്പി കൊടുക്കണം. അപ്പം ഇന്ന് നമുക്ക് ചീരത്തോരൻ വെച്ചിട്ട് തികഞ്ഞില്ല. എന്നിട്ട് ഞാൻ എന്തെന്ന് രാവിലത്തെ പയറുകറി ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡായിട്ട് പിന്നെ വന്ന ആൾക്കാർക്ക് പയറുകറിയൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കൊടുത്തത്. അപ്പോൾ ഇന്ന് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്ത്, അതേപോലെ സവാളയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉഴുന്നൊക്കെ പൊട്ടി വന്നപ്പോഴുണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തത്, അല്ലാണ്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്ത് സവാളക്ക് വരാൻ ചെറിയ ഉള്ളി ആയാലും ചതച്ചിട്ട് കൊടുക്കാട്ടോ. പക്ഷെ നമുക്ക് ചെറിയ ഉള്ളി ഒന്നും ഒലിച്ച് നിൽക്കാനുള്ള സമയമില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം പരിപ്പ് കഴുകി ചൂടുവെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് നമ്മൾ പരിപ്പ് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഈ പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. പരിപ്പ് പൊളർന്ന് പോകരുത്, ചീരത്തോള്ളി ഒന്ന് പൊട്ടി വന്നാൽ മതി. അപ്പം തന്നെ നമുക്ക് ചീരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ കടയിൽ ചീരയൊക്കെ കൊടുക്കണം ഭയങ്കര ഇഷ്ടമുണ്ടാകും. ചീര കിട്ടാത്ത കുഴപ്പമുള്ള കിട്ടണമെങ്കിൽ ഏത് ദുനിയാവിൻ്റെ അറ്റത്ത് പോയിട്ട് ഞാൻ വാങ്ങിക്കോട്ടെ. ഒരിടക്ക് തമ്മനത്ത് ഞങ്ങൾ ഏതോ വഴിക്ക് വന്നിരുന്നു. അപ്പോൾ രാത്രി ചീര ഇട്ട് വെക്കണമുണ്ടപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് മേടിച്ച്. അന്നൊരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർ കടപൂട്ടി പോണ സമയത്താണ് ആ ചീര വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഇതിലേക്കില്ലേ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമ്മൾ ചീര കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. ചീരയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അതേ മല പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ മല ഇപ്പോൾ കുന്നുപോലെ ആയിപ്പോകും കേട്ടോ. അതേപോലത്തെ അവസ്ഥയാണ്. ഇപ്പോൾ ഇളക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് ഞാൻ ഇളക്കി കൂട്ടണത്. അപ്പോൾ അത് ചീരയൊക്കെ ഇളക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, കുറച്ച് സമയം മാത്രം ഇത് മൂടി വെച്ച് അപ്പം തന്നെ തുറന്ന് വെക്കോട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇനി ചീരയുടെ വെള്ളം അങ്ങോട്ട് ഇറങ്ങും. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ കുറേ സമയം അങ്ങോട്ട് മൂടി വെക്കൂല. അങ്ങനെ മൂടി വെക്കണമെങ്കിൽ ചീര ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പം നോക്കുമ്പോഴേ ചീര ഒന്ന് താന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോഴേ ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെ ഈ പുട്ടിനൊക്കെ ഉണ്ടാക്കണ പപ്പടം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ രസത്തിൽ പൊടിച്ചിടും. അല്ലെങ്കിൽ കേബേജൊക്കെ തോരൻ വെച്ചാലോ ഇപ്പോൾ ചീരത്തോരൻ വെച്ചാലൊക്കെ പൊടിച്ചിടും. അപ്പോൾ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഷമീറാനോട് പറഞ്ഞേ, എടി ആ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ടോ, എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പൊലിമ കിട്ടട്ടെ, എന്തായാലും ആ പൊടി കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഷമീർ അത് കൈ കൊണ്ടിട്ട് പൊടിച്ചിട്ട് ചീരയിലോട്ട് ഇട്ട് കൊടുക്കണേന്. അപ്പോൾ അതേ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചീരയും പപ്പടവും പരിപ്പൊക്കെ കണ്ടിട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചീരത്തോരൻ എന്ന് പറഞ്ഞാൽ ഈ ടേസ്റ്റിൻ്റെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന്. അത് നാടൻ ചീരയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചീരയൊക്കെ കിട്ടിയ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കിക്കോന്നേ, നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ വെറൈറ്റി റെസിപ്പികളും അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിക്കാരിപ്പണ്ട് കടയിലെ വിഭവങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.